ബാക്ക് ടു സാലും ലേണിംഗ്. മക്കളെ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സൗണ്ട് ശബ്ദം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഫിസിക്സിലെ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ഒരു റിലാക്സേഷൻ ചാപ്റ്റർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ചാപ്റ്ററിന് പറയാല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യൂല, ഈ ചാപ്റ്റർ അധികം അങ്ങോട്ട് പഠിച്ചിട്ട് പോകില്ല. പക്ഷെ എക്സാം ഹാളിൽ ചെന്നിട്ട് നമ്മളോട് ചോദിക്കും, ശബ്ദ മലിനീകരണം കുറക്കാനുള്ള ഒരു 5 മാർഗങ്ങൾ നിർദ്ദേശിക്കുക. നമ്മൾ ഇരുന്നിങ്ങനെ ആലോചിക്കും, മരങ്ങൾ വെച്ച് പഠിപ്പിക്കുക, ഹോൺ ടൈപ്പില, പിന്നെ നമുക്കുള്ളതൊന്നും കിട്ടൂല അല്ലേ. അപ്പൊ നമ്മൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് സമയം കളയും. അങ്ങനെ ആകെ മൊത്തം ടോട്ടൽ നമ്മുടെ സമയം അങ്ങോട്ട് പോയി കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ചാപ്റ്റർ സിമ്പിൾ ആണ്, തിയറിയുള്ള ചാപ്റ്റർ ആണ് എങ്കിലും നമ്മുടെ ചാപ്റ്ററിനെ കുറിച്ചിട്ട് പോയിന്റുകളെ കുറിച്ചിട്ട് ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ എക്സാം ഹാളിൽ പോവാൻ. നമ്മളുടെ ഒരു മണ്ടത്തരം കാരണം നമുക്ക് മാർക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലൂടെ പോവാം. സൗണ്ട് ഹാസ് മാക്സിമം സ്പീഡ്. സൗണ്ടിന് പരമാവധി വേഗതയുള്ളത് ഏതിലാണ്? ഞാൻ പറയട്ടെ, എല്ലാവരും ചെയ്യുന്നൊരു മണ്ടത്തരാണ്, എല്ലാവരും എയർന്നുണ്ട് എഴുതിക്കും. അല്ലടാ, എയർ അല്ല. മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് സോളിഡിലാണ്. എവിടെയാണ്? ഖരത്തിലാണ്. കാരണം എന്താ, സോളിഡിലെ പാർട്ടിക്കിൾസ് ഇങ്ങനെ അടുത്തടുത്തടുത്തടുത്തടുത്ത. അപ്പൊ ശബ്ദത്തിന് പോകുമ്പോൾ അങ്ങനെ തട്ടി പാർട്ടിക്കിൾസ് തട്ടി ഒന്നിൽ തട്ടി അങ്ങനെ പാസ് ചെയ്ത് പോകാൻ വളരെ ഈസിയാണ്. അപ്പൊ സ്പീഡ് കൂടുതലാണ്. ഇനി പിന്നെ സ്പീഡ് ഏതാ ചോദിച്ചാൽ ലിക്വിഡ്സ് ആണ്. കാരണം ലിക്വിഡ്സിൽ പിന്നെയും പാർട്ടിക്കിൾസ് കുറച്ചുകൂടി വിട്ടാണ്. അപ്പൊ അങ്ങനെ പാർട്ടിക്കിൾസ് തട്ടി പോകും. ഇനി ഗ്യാസിന്റെ കേസിലാണെങ്കിൽ പാർട്ടിക്കിൾസ് വളരെ ദൂരെയാണ് നിൽക്കുന്നത്. അപ്പൊ തട്ടി പോകുമ്പോഴത്തിന് സമയം അങ്ങനെ എടുക്കും. ഏറ്റവും സ്പീഡ് ഏതിലാണ്? സോളിഡിലാണ്, ഖരത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ശബ്ദത്തിന് സഞ്ചരിക്കാൻ പറ്റാത്തത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പറയുന്ന ശബ്ദം, ഇപ്പൊ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആള് ഞാൻ ബബ എന്ന് പറയുന്ന സമയത്ത് അയാൾ ബബ കേൾക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കിടയിൽ ഒരു മീഡിയം വേണം. അപ്പൊ ഞങ്ങൾക്കിടയിലുള്ള മീഡിയം എയർ ആണ് അല്ലെ. ആ എയറിലൂടെയാണ് അത് സഞ്ചരിച്ചു പോകുന്നത്. അപ്പോൾ ശബ്ദത്തിന് സഞ്ചരിക്കാൻ പറ്റാത്തത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയണം അത് വാക്വം, ശൂന്യതയിലാണെന്ന് പറയണം. എവിടെയാണ്? ശൂന്യതയിലാണെന്ന് പറയണം. ഇതിൽ പറ്റും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പൊ പറ്റാത്തത് എവിടെയാണ്? ശൂന്യത, വാക്വം. എന്താ വാക്വം എന്ന് പറഞ്ഞാൽ അവിടെ ഫ്രീ സ്പേസ് ആണ്. ദർ ഇസ് നോ മീഡിയം. അതാണ് ആസ്ട്രോണറ്റ്സ്, ബഹിരാകാശ സഞ്ചാരികള് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കാൻ റേഡിയോ സിസ്റ്റം ഉപയോഗിക്കുന്നത്. നേരിട്ട് വർത്താനം പറയാൻ പറ്റൂല, ബിക്കോസ് ദർ ഇസ് നോ മീഡിയം അല്ലെ. അതുകൊണ്ട് ഒരാൾ പറഞ്ഞ മറ്റേ ആൾക്ക് കേൾക്കൂല അല്ലെ, ഒരാൾ പറഞ്ഞ മറ്റേ ആൾ ചെവിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ആളാണ് അവിടെയുള്ള മീഡിയത്തിന്റെ ധർമ്മം അല്ലെ. നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, വാക്വം ഇസ് ദി ആൻസർ. ശൂന്യതയാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? നമുക്ക് കുറച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് തന്നിട്ട് നമ്മളോട് ചോദിക്കും, ഇതിന്റെ ഏത് ഭാഗം വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് സൗണ്ട് പ്രൊഡ്യൂസ് ആവുന്നത്? നമുക്കറിയാം, സൗണ്ട് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? വൈബ്രേഷൻ ഓഫ് ഒബ്ജക്ട്സ് വേണം, വസ്തുക്കളുടെ കമ്പനം വേണം. ഇപ്പൊ ഞാനിങ്ങനെ എന്ന് പറയുന്ന സമയത്ത് എൻ്റെ ഒരു ഭാഗം മെയിൻ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യും. ശരിയാണ്, എൻ്റെ വാക്കും എൻ്റെ നാക്ക്, എൻ്റെ വായ, എൻ്റെ ഇതൊക്കെ അല്ലെ, ഒക്കെ ടങ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ അല്ലെ, ഇങ്ങനെ ഇളകുന്നുണ്ട്. പക്ഷെ മെയിൻ വൈബ്രേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് ഇവിടുന്നാണ് അതിന്റെ തുടക്കം അല്ലെ. ഇവിടെ ഒരു സംഭവം ഉണ്ട്, ലാരിങ്സ് എന്ന് പറയും. ലാരിങ്സിന്റെ ഉള്ളില് വോക്കൽ കോർഡ്സ്, മലയാളത്തിലാണെങ്കിൽ സ്വനപേടകത്തിലെ സ്വനതന്തുക്കളാണ് കിടന്നിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് മൃദംഗമുണ്ട്, ഓടക്കുഴലുണ്ട്, ഗിറ്റാറുണ്ട്. ഇവരുടെയൊക്കെ കേസിൽ ഏത് ഭാഗമാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് നമ്മളോട് എക്സാമിന് ചോദിക്കും. ഇപ്പോൾ മൃദംഗത്തിന്റെ കേസിൽ ദിസ് ഇസ് എ പാർട്ട്, ഡയഫ്രം എന്ന് പറയും, തുകൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താണ്? ഡയഫ്രം. ഇനി നമ്മളുടെ ഓടക്കുഴലിന്റെ കേസിൽ അതിൻ്റെ ഉള്ളിലുള്ള എയർ ആണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് അതിനെ പറയാം വായുയൂപം, എയർ കോളം എന്ന് പറയാം. നെക്സ്റ്റ്, ഗിറ്റാറിന്റെ ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടുള്ള ഈ സ്ട്രിങ് ആണ് അവിടെയുള്ള വൈബ്രേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സ്ട്രിങ് ആണെന്ന് മക്കൾ മനസ്സിലാക്കി വെക്കുക. ഇനി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ശബ്ദ മലിനീകരണം, നോയിസ് പൊല്യൂഷൻ. നമുക്കറിയാം അല്ലെ, ശബ്ദത്തിന്റെ അല്ലെ ഓവറായിട്ടുള്ള ഇടങ്ങാറുണ്ടാക്കുന്ന ആ ഒരു സംഭവം അല്ലെ. അപ്പം ശബ്ദ മലിനീകരണം കുറക്കാന് നമ്മൾ ഏതാനും മാർഗങ്ങൾ നിർദ്ദേശിക്കുക. എക്സാമിന് ചോദിക്കുക 3 മാർഗങ്ങൾ നിർദ്ദേശിക്കുക എന്നൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ ഇരുന്ന് ആലോചിക്കില്ല. അപ്പൊ ഇവിടെ കുറെ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം,
ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. മരങ്ങൾക്ക് ഈ ശബ്ദങ്ങളൊക്കെ ആഗിരണം ചെയ്യാനുള്ള ഒരു കഴിവിടം. ഭയങ്കര നല്ലൊരു പോയിന്റാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ വാഹനങ്ങളിൽ സൈലൻസറുകൾ ശരിയായ വിധം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വാഹനങ്ങളിൽ സൈലൻസറുകൾ ഘടിപ്പിക്കുക. അത് നമുക്ക് രണ്ടാമത്തെ പോയിന്റ് എഴുതാം. പിന്നെ നിങ്ങളെ ഇഷ്ടം പോലെ ഒരുപാട് പോയിന്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും സെലക്ട് ചെയ്യട്ടോ. ഇംഗ്ലീഷ് മീഡിയം ഏതാ, മലയാളം മീഡിയം ഏതാ ഒക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ചൂസ് ചെയ്യുക. അപ്പൊ 3 എന്തായാലും ചോദിക്കും. മരങ്ങൾ ആലോചിക്കുക, സൈലൻസർ ആലോചിക്കുക, ബാക്കി പിന്നെ 1 അത് നിങ്ങൾക്ക് പണി തരണ്ടേ? ഓക്കെ, അപ്പൊ ഒന്ന് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്ത് എഴുതണം കേട്ടോ. ഓക്കെ, സെറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. കേൾവി ശക്തി കുറവുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് അല്ലെ. ചിലപ്പം ജനിക്കുമ്പോഴേ കേൾവിക്ക് പ്രശ്നമുള്ളവരുണ്ടാവും. ചിലപ്പോൾ ജനിച്ചു കഴിഞ്ഞ എന്തെങ്കിലും അപകടം പറ്റിയിട്ടായിരിക്കും. ചിലപ്പോൾ ചില കേസിൽ വയസ്സായി കഴിഞ്ഞാൽ അല്ലെ എല്ലാത്തിൻ്റെയും ശക്തി കുറയും. കണ്ണിന്റെ കാഴ്ച ശക്തി കുറയും, കേൾവി ശക്തിയൊക്കെ കുറയും. അപ്പൊ ഇങ്ങനെയൊക്കെ കുറഞ്ഞ ആൾക്കാരോട് നമ്മൾ എങ്ങനെയായിരിക്കണം അല്ലെ അവരോട് സമീപിക്കേണ്ടത്, അതുപോലെ തന്നെ അവരെന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ടീസ് ആണ്. അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. നമ്മൾ വിചാരിക്കും ഇതൊന്നും ചോദിക്കില്ല, പക്ഷെ ഈ ചാപ്റ്ററിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അതാണ് പ്രത്യേകത. അപ്പൊ വായിച്ചു നോക്കി, അവർക്ക് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നടത്താൻ നമ്മൾ പറയുന്നത് ഓല് കേൾക്കണില്ല. യഥാർത്ഥത്തിൽ ഓല് വേറെ എന്തൊക്കെയോ നമ്മൾ ചാടിച്ചോ ചോദിച്ചുമ്പോൾ ഓല് എന്താ കേൾക്കണത്, അജ് പള്ളിയിൽ പോയിനോ അല്ലെ. അങ്ങനെ പലതും തിരിച്ചു മറിച്ചൊക്കെ ആയിരിക്കും. അവർക്ക് ശരിക്കും കേൾക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആശയവിനിമയത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെന്താ, അപകട സാധ്യത വളരെ കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ എങ്ങനെയാണ് അവരെ സമീപിക്കണം? നമ്മളെ കൂട്ടത്തിൽ അങ്ങനെയുള്ള കുട്ടികളുണ്ട്, നമ്മളെ ഫ്രണ്ട്സിൽ തന്നെ അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അവരെ അപ്രോച്ച് ചെയ്യുന്നത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ലൈഫിൽ അറിഞ്ഞിരിക്കണം. നമ്മൾ ഈ x+y, tan A tan B, അതുപോലെ നമ്മളുടെ x=y ആൻഡ് ഡിസ്റ്റൻസ് വെലോസിറ്റി അങ്ങനത്തെ ഒക്കെ പഠിക്കുന്നതിനേക്കാൾ എത്രയോ നമ്മളെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ മനുഷ്യനാക്കി മാറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. നോക്കിയടാ, നമ്മൾ എങ്ങനെയാണ് അവരോട് പെരുമാറണത്. ഓൾവേസ് നമ്മൾ വളരെ എംപത്തറ്റിക് ആയിരിക്കണം. അതായത് എംപത്തറ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുക, അവരറിയാതെ നമ്മൾ ചെയ്തു കൊടുക്കണം. അല്ലാതെ ഇത് എനിക്ക് ഇങ്ങനെയല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരറിയാത്ത രീതിയിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം. നമ്മൾ പങ്കെടുക്കുന്ന എല്ലാ ഗെയിമുകളും, നമ്മൾ കളിക്കുന്ന എല്ലാ ഗെയിമുകളിലും അവരെയും കൂടി പങ്കെടുപ്പിക്കുക. ഇപ്പൊ പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ആരെങ്കിലും സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ നമ്മളെ പോലെ കേൾക്കാൻ പറ്റില്ല. അപ്പൊ ഒരു ഇങ്ങനെ ചോദിക്കും. അപ്പൊ നമ്മള് എന്താ അങ്ങനെ കളിയാക്കാൻ പാടില്ല. നമ്മൾ അത് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പം കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുകയും വേണം, നമ്മുടെ ലൈഫിൽ അത് പ്രാവർത്തികമാക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. കേൾവിക്കുറവ് അനുഭവിക്കുന്ന നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ കേട്ടോ. അപ്പോൾ അവർക്ക് ഒരു പരിഹാരം നിർദ്ദേശിക്കാമോ? ഇതിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ എഴുതണം. ഒരൊറ്റ ആൻസർ എഴുതിയാൽ മതി. ഒരു ഡിവൈസിനെ കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഏത് ഡിവൈസാണ് നിങ്ങൾ അവർക്ക് സജസ്റ്റ് ചെയ്യുക? അതാണ് ഞാൻ ചോദിച്ചിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ. സോ നമ്മുടെ ചാപ്റ്ററിൽ ഇത്ര മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ആൻഡ് അത് മാത്രമല്ല, ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എക്സാം അടുത്ത് കഴിഞ്ഞു. ഒരു പക്ഷേ ഓരോരുത്തർക്കും ഓരോ ടോപ്പിക്സ് ആയിരിക്കും അല്ലേ ടഫായിട്ട് വരുന്നത്. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് അധികം ടഫായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൽ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ടഫായിട്ടുള്ളത് എന്ന് കൂടെ ഫീഡ്ബാക്കിൽ നിങ്ങൾ അറിയിക്കണം. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാകും. ഞങ്ങൾ എന്ത് ചെയ്യും, അതിനെക്കുറിച്ചുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. സോ താങ്ക് യു സോ മച്ച്. യെസ്, ബൈ.